CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതേണ്ട, അക്കാര്യം ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട, കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ഫേസ്ബുക്കിലൂടെ ഭീഷണി. പിന്നാലെ മനു തോമസ് ഫേസ്ബുക്കിൽ മറുപടിയും നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിമർശിച്ചാണ് പോസ്റ്റ്. ഒഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്നും മനു തോമസ് വിമർശിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഇത് ഫേസ്ബുക്കിലൂടെ പരസ്യമായി തന്നെ പോർവിളി നടത്തുന്നു ആകാശ് തില്ലങ്കേരി. ആ ഭീഷണിയുടെ സ്വഭാവം എന്താണ്? ടോം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ടാണ് പാർട്ടി വിട്ട മുൻ DYFI നേതാവ് മനുവിന്റെ ചില പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും എത്തിയിരുന്നത്. ഇതിന് ഉള്ള ഒരു പോസ്റ്റിൽ കമന്റ് എന്ന രീതിയിലാണ് ഷുഹൈബ് വധക്കേസിലെ പ്രതിയും സ്വർണ്ണ കടത്ത് കേസിൽ അടക്കമുള്ളവയിലെ പ്രതിയുമായ ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ കൂടി ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട, കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ എന്നും കഴിഞ്ഞെന്ന് വരില്ല എന്നും പറയുന്നു ആകാശ് തില്ലങ്കേരി പറയുന്നു. പിന്നീട് ഈ വാക്കുകൾ വിവാദമായതോടുകൂടി, അല്ലെങ്കിൽ ഇതിലൊരു ഭീഷണിയുടെ മുനയുണ്ട് എന്ന് വ്യക്തമാക്കിയ ആയതോടുകൂടി, വിമർശനങ്ങൾ വരുന്നതോടുകൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് ആകാശ് തില്ലങ്കേരി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നേരത്തെ P ജയരാജൻ മനുവിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ആരെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കുമെന്ന് കരുതേണ്ടതില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ്. ജില്ലാ കമ്മിറ്റി അംഗം ആയതിനു പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് CPM വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെ മനു കൃത്യമായ വിമർശനം P ജയരാജനെതിരെയും മുന്നോട്ട് വെച്ചിരുന്നു. പാർട്ടിയെ കുത്തിവലിക്കാൻ മാധ്യമങ്ങളിലൂടെ അവസരം ഒരുക്കിയത് P ജയരാജനാണ് എന്നാണ് മനു തോമസ് പറയുന്നത്. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചു, പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചെന്നുമൊക്കെ ഈ മനു തോമസ് ഫേസ്ബുക്കിലൂടെ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ആകാശ് തില്ലങ്കേരിയുടെ ഈ പ്രസ്താവന വിവാദമായതിനു പിന്നാലെ ഒരു മറുകുറിപ്പുമായി വീണ്ടും ഈ കാര്യത്തിൽ മനു തോമസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: P ജയരാജനെ അദ്ദേഹത്തിന്റെ തന്നെ എനിക്കെതിരായ തെറ്റിദ്ധാരണാജനകമായ FB പോസ്റ്റിനെ ആധാരമാക്കി ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ മാഫിയ തലവന്മാർ ആണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. അതായത് ആകാശ് തില്ലങ്കേരിയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും, അതായത് ആകാശ് തില്ലങ്കേരിയെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയണം, അതിന്റെ ബാധ്യത CPM-നാണ് എന്നും നേതൃത്വത്തോട് ഈ മനു തോമസ് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഈ ഒഞ്ചിയത്തും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല എന്നും വിപ്ലവ വൈകൃതമായിരുന്നു എന്നും ഈ മനു തോമസ് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല, അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ. കൃത്യമായി തന്നെ വ്യാജ സൈന്യങ്ങൾ എന്ന വാക്ക് മനു തോമസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒഞ്ചിയത്തും ഈ എടയന്നൂരും ഒക്കെ നടന്ന പല ആക്ഷനുകളിലും, പ്രത്യേകിച്ചും ഷുഹൈബിന്റെയും TP ചന്ദ്രശേഖരന്റെയും വസതിലുമൊക്കെ വ്യാജ സൈന്യം, വാടക കൊള്ളയാളികളെ ഉപയോഗിച്ചാണ് പാർട്ടി ഇത്തരം കൃത്യങ്ങൾ നടന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ഇതിൽ വാടക കൊലയാളികളെ TP വധക്കേസിൽ അത് അടക്കം കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തനിക്കെതിരെ അത്തരമൊരു വ്യാജ സൈന്യത്തെ അണിനിരത്തി കൊല്ലാമെന്ന് ശ്രമിച്ചാലും അതുകൊണ്ട് നാവുകൾ നിശബ്ദമായി മാറില്ല എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഇരുപക്ഷവും തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നതിനപ്പുറം മറ്റു തലങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ യുദ്ധം മാറുമോ എന്നതാണ് കണ്ണൂരും കേരള രാഷ്ട്രീയവും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായാണ് ആകാശ് തില്ലങ്കേരി രംഗത്തെത്തിയത്. പിന്നാലെ മറുപടിയുമായി മനു തോമസും FB-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.